തിരുവനന്തപുരം നഗരത്തിൽ പട്ടാപ്പകൽ വീട് കയറി വൻ കവർച്ച. മണക്കാട് മുക്കോലയിൽ വയോധികയെ ആക്രമിച്ച് 10 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കോർപ്പറേഷൻ ജീവനക്കാർ എന്ന് തെറ്റിദ്ധരിപ്പിച്ചെത്തിയ 4 അംഗ സംഘമാണ് കവർച്ച നടത്തിയത്. പ്രതികളിൽ ഒരാൾ പിടിയിലായി എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. സേഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകും. സേഫ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? പ്രതികളെ പിടിച്ചതായുള്ള സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളുണ്ടോ? അത് ഒരാളെ പിടിച്ചതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് പോലീസ് ഔദ്യോഗികമായി തന്നെ അല്പസമയത്തിനകം തന്നെ സ്ഥിരീകരിക്കും. അവിടുത്തെ CCTV അടക്കം പരിശോധിച്ചാണ് ഒരാളിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. ജിൽസി, ഇത് ഇന്നലെ രാവിലെ 10:30 ഈ സംഭവം നടക്കുന്നത്. ഒരു അപ്പാർട്ട്മെന്റ്, മണക്കാട് ജംഗ്ഷനിലുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ 5-ാം നിലയിൽ 5-ാം നമ്പർ വീട്ടിൽ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു സ്ത്രീയും ഒരു മകനും, അവർ രണ്ടുപേരാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. 10:30 മോൻ രാവിലെ ജോലിക്ക് പോയി. 10:30 ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി ഈ അപ്പാർട്ട്മെന്റിലേക്ക്, 5-ാമത്തെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചേർന്നു. ബെല്ലടിക്കുന്നു. അങ്ങനെ അമ്മ വന്ന് കതക് പൂർണ്ണമായും തുറക്കുന്നില്ല. കുറച്ച് കതക് തുറന്ന് ആരാണ്, അങ്ങനെ അധികം പുറത്ത് പൂർണ്ണമായും തുറന്നിട്ട് ആൾക്കാരെ അങ്ങനെ അവർ സ്വീകരിക്കാറില്ല. ആദ്യം ചെറുതായിട്ടൊന്ന് തുറന്ന് ഇത് ആരാണ് എന്ന് അവരോട് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ കോർപ്പറേഷനിലെ ജീവനക്കാരാണ്, ആറ്റുകാൽ പൊങ്കാല 3-ാം തീയതിയാണ്, നിങ്ങൾ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അവർ കൃത്യമായി തന്നെ അതിന് മറുപടി നൽകുന്നുണ്ട്. ഈ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ 2 പേർ ഇവരുടെ പുറകിൽ നിന്ന് വീട്ടിനകത്തേക്ക് തള്ളിക്കയറി. അന്നേരം പൂർണ്ണമായും തള്ളിക്കയറിയതിന് ശേഷം അവരുടെ കയ്യിലുണ്ടായിരുന്ന വള ഊരിയെടുക്കുന്നുണ്ട്. 4-5-6 വളയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു മാല പൊട്ടിക്കാൻ പറ്റിയില്ല. കുറച്ച് കട്ടിയുള്ള മാലയായതുകൊണ്ട് അത് പൊട്ടിക്കാൻ പറ്റിയില്ല. മാല ഊരി മേടിക്കുന്നു. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു. അത് അവർ എടുക്കുന്നു. അങ്ങനെ 4 പേരടങ്ങുന്ന സംഘം, ഒരു സ്ത്രീ ഉൾപ്പെടെ 4 പേരടങ്ങുന്ന സംഘമാണ് ഈ കവർച്ച നടത്തിയിരിക്കുന്നത്. ഈ സ്വർണം മാത്രം, അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ അവിടുത്തെ സ്ത്രീയുടെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന വളകൾ, അതുപോലെ തന്നെ ഈ മാല, ഇത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ സ്വർണം വരും. ഇപ്പോഴത്തെ വില അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വരും എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. FIR ഇട്ടേക്കുന്നതും അങ്ങനെ തന്നെയാണ്. 10 ലക്ഷം രൂപയുടെ സ്വർണം വരും. അങ്ങനെ വിശദമായ പരിശോധന, ഇത് പരാതി കൊടുത്തു. മോൻ തിരികെ വന്ന് ഉടനെ തന്നെ പരാതി കൊടുക്കുകയും ഇതിൽ ഒരാളെ പോലീസ് പിടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബാക്കിയുള്ളവരെ കണ്ടാലറിയുന്ന ആൾക്കാരാണെന്ന് അമ്മ മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന വ്യാപകമാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇന്ന് തന്നെ ബാക്കിയുള്ളവരെ പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്.